ഹായ്, നമ്മുടെ കമ്പനിയുടെ മോഡികെയർ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താണ് ഈ വീഡിയോയിലൂടെ. സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ, ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നില്ല. ജസ്റ്റ് നമ്മൾ ലോഗൗട്ട് ചെയ്യാണ്. ഇങ്ങനെ ആയിരിക്കും നമ്മളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കാണാം. അപ്പോൾ ഇതിൽ നമുക്ക് നമ്മുടെ MA നമ്പർ ഇവിടെ അടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു 8 നമ്പർ ഇവിടെ അടിച്ചു. അതിൻ്റെ പാസ്വേഡ് നിങ്ങളുടെ മൊബൈലിലേക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത്, നിങ്ങളെ ജോയിൻ ചെയ്യിപ്പിക്കുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈലിലേക്ക്, രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു കമ്പനിയിൽ നിന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ടാകും. ആ മെസ്സേജ് പോയി നിങ്ങൾക്ക് ഇവിടെ അടിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പാസ്വേഡ് ടൈപ്പ് ചെയ്യാം. റിമെമ്പർ മീ എന്നുള്ള ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ, ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ പാസ്വേഡ് അടിച്ചു കൊടുക്കേണ്ട ആവശ്യം വരില്ല. ഓക്കെ, ജസ്റ്റ് സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പോപ്പപ്പ് മെസ്സേജ് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഒഴിവാക്കിയാൽ മതി കേട്ടോ. ഫോർ എക്സാമ്പിൾ ഒന്നുകൂടി കാണിക്കാം. ലോഗൗട്ട് ചെയ്യുന്നു. ഇപ്പം നിങ്ങൾ അഥവാ പാസ്വേഡൊക്കെ മറന്നിട്ടുണ്ടെങ്കിൽ, പാസ്വേഡ് മറന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ താഴെ കാണാം നിങ്ങൾക്ക് ഫോർഗോട്ട് പാസ്വേഡ് എന്ന് കണ്ടാൽ ഏറ്റവും താഴെ അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് MA നമ്പർ അടിച്ചിട്ടുണ്ടെങ്കിൽ സബ്മിറ്റ് ചെയ്താൽ, നിങ്ങൾ MA നമ്പർ അടിക്കുക, സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് കമ്പനി പുതിയ പാസ്വേഡ് അയച്ചു തരും. അപ്പോൾ ആ പാസ്വേഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ MA നമ്പർ അയച്ചു, പാസ്വേഡ് അടിച്ചു, റിമെമ്പർ മീ ടാപ്പ് ചെയ്തു, സൈൻ ഇൻ ചെയ്തു. സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പോപ്പപ്പ് മെസ്സേജ് കാണും. ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ആ ഇൻറ്റു മാർക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഒഴിവാക്കുക. ഓക്കെ, ദെൻ ഇതാണ് ഇപ്പം നിങ്ങളെ പേര് ഇവിടെ കാണും. ആ പേരിൻ്റെ തൊട്ടു താഴെ നോൺ ക്വാളിഫൈഡ് അഡ്വൈസർ. ഇത് നിങ്ങൾ അഡ്വൈസർ ആണെങ്കിൽ അഡ്വൈസർ എന്ന് വരും. പിന്നെ അതുപോലെ നിങ്ങളുടെ ടൈറ്റിൽ ഡയറക്ടർ, സീനിയർ ഡയറക്ടർ, ഇങ്ങനെ നിങ്ങളുടെ ടൈറ്റിൽ എന്താണോ അത് അവിടെ കാണിക്കും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം ക്വിക്ക് റിവ്യൂ ഓഫ് യുവർ മന്ത്. ഈ മാസത്തെ നിങ്ങളുടെ, അതായത് അതാത് മാസങ്ങളിലെ റിവ്യൂ ആണ് ഇവിടെ കാണുക. PV എന്ന് പറഞ്ഞാൽ പേഴ്സണൽ PV. നിങ്ങൾക്ക് അവിടെ കാണാം 0 കാണിക്കും അല്ലേ. അവിടെ പേഴ്സണൽ പർച്ചേസ് ഒന്നും നടക്കാത്തതുകൊണ്ടാണ് PV 0 എന്ന് കാണിക്കുന്നത്. പേഴ്സണൽ സ്വന്തമായി നമ്മുടെ പർച്ചേസ് നമ്മൾ എത്ര PVക്കാണ് ചെയ്തത് അത് അവിടെ കാണിക്കും. TGPV വലതുഭാഗത്ത് കാണാം. TGPV ടീം ഗ്രൂപ്പ് PV എന്നാണ്. നിങ്ങളും നിങ്ങളുടെ ടീമും കൂടെ ടോട്ടൽ ചെയ്ത പർച്ചേസാണ് ഈ TGPVയിൽ കാണുക. ആ മാസത്തിട്ടാണ് ഒരു മാസം. ഓക്കെ, അതാണ് അവിടെ കാണുക. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ്, ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനൊന്ന് ചുരുക്കി പറയാം. ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഡാറ്റകൾ, ഒരുപാട് റിപ്പോർട്ടുകൾ കിട്ടും. ഞാൻ എല്ലാം കൂടി ഇവിടെ വിശദീകരിക്കുന്നില്ല. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വരാൻ ചെറിയൊരു സമയം എടുക്കുന്നുണ്ട്, ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് നിങ്ങളിങ്ങനെ ഓപ്പൺ ചെയ്തിട്ടൊന്ന് ഇങ്ങനെ തുറന്ന് നോക്കട്ടോ. ഓക്കെ, ഇതിൽ നമ്മളുടെ വരുമാനമൊക്കെ ഇവിടെ ഇങ്ങനെ കാണിക്കും, എത്ര ഇൻകം എന്നുള്ളത് കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കും. നിങ്ങളുടെ കാര്യങ്ങൾ എല്ലാം, ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണിക്കും. നിങ്ങളെ കൂടെ ജോയിൻ ചെയ്തവർ. ഞാനിത് വിശദീകരിച്ചാൽ സമയം ലേറ്റ് ആവുന്നതിലേക്ക് ഞാൻ വീഡിയോ ഓവർ ആവുന്നതിലേക്ക് പോവുകയാണ്. ബിസിനസ് സമ്മറിയിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതാത് മാസം നടന്ന ബിസിനസ്, നിങ്ങൾക്ക് ഇവിടെ മാസം ഇതൊക്കെ, ഇപ്പോൾ ഈ മാസത്തെ ടോട്ടൽ കാര്യങ്ങൾ ഇവിടെ അങ്ങനെ കാണിക്കും. മാസം, കൺസെപ്റ്റ് പേര്, സ്പോൺസർ നെയിം, പ്ലേസ്മെൻറ്റ് നമ്പർ, ടോട്ടൽ GPV കാര്യങ്ങൾ മൊത്തം എല്ലാം ഇവിടെ കാണിക്കും കേട്ടോ, അതാത് മാസങ്ങളിലെ. പിന്നെ KYC വെരിഫിക്കേഷൻ. നിങ്ങളെ KYC അപ്രൂവ് ആണോ എന്ന് കൺഫേം ആക്കൽ നിർബന്ധമാണ്. ഈ KYC വെരിഫിക്കേഷനിൽ അടിച്ചിട്ട് നിങ്ങളുടെ MA നമ്പർ ഇവിടെ നിന്ന് ടൈപ്പ് ചെയ്യുക. സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ അടിയിൽ കണ്ടില്ല, KYC ഓൾറെഡി അപ്രൂവ്ഡ് എന്ന് ഇത് കണ്ടു. അപ്പോൾ ഇത് KYC അപ്രൂവ് ആണ്. KYC അപ്രൂവ് അല്ലെങ്കിൽ അവിടെ ഓപ്പൺ ചെയ്ത് വരും. അപ്പോൾ വീണ്ടും അങ്ങനത്തെ സിറ്റുവേഷൻ വീണ്ടും അത് ഓപ്പൺ ചെയ്ത് വന്ന് നിങ്ങൾക്ക് ആധാർ കാർഡ് കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ സബ്മിറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരണമെങ്കിൽ നിങ്ങളുടെ അപ്ലൈനെ കോൺടാക്ട് ചെയ്തിട്ട് അതൊന്ന് ക്ലിയർ ചെയ്യണം. പിന്നെ റിപ്പോർട്ട്സിൽ ഇവിടെ ലോയൽറ്റി റിപ്പോർട്ട് കാണാം. അതുപോലെ തന്നെ ട്രാവൽ വെഹിക്കിൾ ബോണസ് ഒക്കെ ബാലൻസ് ഉണ്ടെന്നെങ്കിൽ അതൊക്കെ ഇവിടെ കാണാൻ കഴിയും. ഓക്കെ, നിങ്ങളുടെ ഓരോരോ മാസം ചെയ്ത പർച്ചേസിൻ്റെ ലോയൽറ്റി റിപ്പോർട്ട് ഇവിടെ കാണാൻ കഴിയും. ഇപ്പോൾ നമ്മൾ സെൽഫാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ടീമിൻ്റെ ഡൗൺലൈനിൽ ക്ലിക്ക് ചെയ്താൽ ടീമിൻ്റെ കാണാം. സെൽഫാണെങ്കിൽ സെൽഫ് എന്ന് ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ചെയ്ത പർച്ചേസിൻ്റെ ലോയൽറ്റി റിപ്പോർട്ട് ഇവിടെ കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, ലോഡിങ്. ഇവിടെ ലോയൽറ്റി റിപ്പോർട്ടിൽ കാണാൻ നിങ്ങൾക്ക് ഒക്ടോബറിൽ 2538 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തു, നവംബറിൽ 4866 പർച്ചേസ് ചെയ്തു, ഡിസംബറിന് 3426 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തു. ഇതാണ് കാണിക്കുക. അപ്പോൾ 3 മാസം ക്വാളിഫൈഡ് ആണെന്ന്, നമ്പർ ഓഫ് മന്ത് ക്വാളിഫൈഡ് 3 മാസം ക്വാളിഫൈ ചെയ്തു. ഒരു 3 മാസം കൂടിയും ഇവർ പർച്ചേസ് ചെയ്താൽ ഇവർക്ക് ലോയൽറ്റി ബോണസ് കിട്ടി. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള റിപ്പോർട്ട്സുകൾ നമുക്ക് ഇവിടെ കിട്ടും. ബാക്ക് അടിക്കാം. ജസ്റ്റ് ആ മുകളിലുള്ള ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ ബാക്കൊക്കെ പോട്ടോ. ഇനി നമുക്ക് ഇവിടെ ഷോപ്പിങ്ങിൽ ഇപ്പം നമ്മൾ ഷോപ്പ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മളുടെ MA നമ്പർ ഇവിടെ ഉണ്ടാവും, ഡീഫോൾട്ടായിട്ട് വന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് മാറ്റി കൊടുക്കണമെങ്കിൽ അവിടെ ഡൗൺലൈനിന് കൊടുക്കും. ഇപ്പോൾ സെൽഫിലാണ് ഇതുള്ളത്. ഇത് ഡൗൺലൈനിക്ക് മാറ്റിയാൽ ഡൗൺലൈനിൻ്റെ MA നമ്പർ ഇവിടെ അടിച്ചു കൊടുത്താൽ ഡൗൺലൈനിൻ്റെ പേരിൽ ബില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ സെൽഫിക്ക് തന്നെ പോവാം. ഇവിടെ അതുപോലെ തന്നെ ഇപ്പോൾ ഷിപ്പിംഗ് അഡ്രസ്സ് ഇപ്പോൾ നമ്മുടെ ഡൗൺലൈനിൻ്റെ പേരിൽ ബില്ല് ചെയ്തിട്ട് നമ്മുടെ വീട്ടിലേക്ക് പ്രൊഡക്റ്റ് എത്തണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഡൗൺലൈനിൽ മേലെ ഡൗൺലൈനിൽ ചെയ്തിട്ട് ഇവിടെ നമുക്ക് നമ്മളുടെ അഡ്രസ്സ് കൊടുക്കാം.
ഇനി അതല്ല അഡ്രസ്സ് മാറ്റി കൊടുക്കാൻ ആൾട്ടർനേറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അവിടെ കൊടുക്കാം. ഡെലിവറി മോഡ് നമ്മൾ ഇവിടെ കൊറിയറാണ്. കൊറിയറിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, MSC സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ സബ്മിറ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ പ്രൊഡക്റ്റുകൾ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഫോർ എക്സാമ്പിൾ വേണം ഞാനൊരു സോപ്പ്, എനിക്ക് സോപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ സോപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് ഓക്കെ എന്ന് അടിച്ചാൽ ഏതൊക്കെ സോപ്പുള്ളതെന്നൊക്കെ വരും. അതിൻ്റെ പ്രൈസ്, അതിൻ്റെ PV, MRP, DP ഒക്കെ കിട്ടും. എനിക്ക് വേണ്ടതൊക്കെ സെലക്ട് ചെയ്യുക. ബേബി സോപ്പ് നമ്മൾ അല്ലേ. ഇനി അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ ടോയ്ലറ്റ് ക്ലീനർ വേണം. ടോയ്ലറ്റ് എന്ന് അടിച്ചാൽ ടോയ്ലറ്റ് ക്ലീനർ ഇവിടെ വന്നു. അപ്പോൾ നമുക്ക് ഇതിലിപ്പോൾ എണ്ണം വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് പ്ലസ് അടിച്ചിട്ടുണ്ടെങ്കിൽ കൂട്ടി കൊടുക്കാം, മൈനസ് അടിച്ചാൽ കുറച്ച് കൊടുക്കാം. ആഡ് ടു കാർട്ട്. അപ്പോൾ ആഡ് ടു കാർട്ടിലേക്ക് നമുക്ക് ഓക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. കാർട്ടിൽ ഒരു പീസ് കാർട്ടിലേക്ക് കയറും. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഓരോന്നും ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയണമെങ്കിൽ വേണ്ട, ഞാൻ ഇവിടെ ഇനി കൂടുതൽ എക്സാമ്പിൾ നിൽക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോ പ്രൊഡക്റ്റും ഇവിടെ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. ഇനി ഞാൻ പർച്ചേസിലേക്ക് പോകണമെങ്കിൽ ഇവിടെ കാർട്ടിൽ ഒന്ന് കണ്ടില്ല നിങ്ങൾ, ഏറ്റവും ടോപ്പിൽ വലത് ഭാഗത്തായിട്ട് അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഞാൻ ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണമെങ്കിൽ നേരെ കാർട്ടിലേക്ക് പോയിട്ട് നേരെ പർച്ചേസ് ചെയ്യാൻ ചെക്കൗട്ട് ചെയ്യാം. ടോട്ടൽ എമൗണ്ട് PV ഒക്കെ അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പർച്ചേസിങ് ഈ തൽക്കാലം ഇപ്പോൾ പഠിപ്പിക്കുന്നില്ല, സിമ്പിളാണ്, അവിടുന്ന് ആർക്കും ചെയ്യാവുന്നതാണ്. ഞാൻ ബാക്ക് അടിച്ചു. ജസ്റ്റ് ആപ്പിനെ പരിചയപ്പെടുത്തലാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം എന്നുള്ളതിൽ തന്നെ. മൈ ഓർഡേഴ്സ്, ഇപ്പോൾ നിങ്ങളുടെ ഓർഡേഴ്സ് ഇവിടെ കാണാം. പ്രൊഡക്റ്റ് ഇൻഫോ, നിങ്ങൾക്ക് ഓർഡർ ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് പ്രൊഡക്ട്സിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ നോക്കാൻ മാത്രമാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കയറിയിട്ട് നോക്കാം. ട്രാക്ക് ഓർഡർ, നിങ്ങൾ ഓർഡർ ചെയ്തു, അപ്പോൾ ആ ഓർഡർ ഇവിടെ എത്തിയെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ട്രാക്ക് ഓർഡറിൽ ചെക്ക് ചെയ്യാം. പിന്നെ MSC DP ലിറ്ററേച്ചർ, മൈ മോഡിക്കർ ഷോപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം നമുക്ക് ഇവിടെ. ഇത് നിങ്ങൾക്കൊരു ഓൺലൈനിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു പിന്നെ എന്താ പറയുക, ഒരു ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ പോലെയുള്ള ഒരു പിന്നെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇവിടെ ഓപ്പൺ ചെയ്യണം. ആപ്പ് മീൻസ് ഒരു സൈറ്റ്. ആ സൈറ്റിൽ എൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ആർക്ക് ഷെയർ ചെയ്താലും അവർക്ക് അതിൽ നിന്ന് പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. അപ്പോൾ ഡീറ്റെയിൽ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കമ്പനിയുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ഇതൊക്കെ ഉണ്ട്. ഇനി നമുക്കിതിൻ്റെ ഏറ്റവും ടോപ്പിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ഏറ്റവും ടോപ്പിലുള്ള ആ ഒരു 3 ലൈൻ ഉണ്ടല്ലോ, മെയിൻ മെനു ബാർ, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ പ്രൊഫൈലിൽ പോവാം. പ്രൊഫൈലിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നെഫ്റ്റ് ഡോക്യുമെൻറ്റ്സ്, പാൻ കാർഡ്, ഈ ഡോക്യുമെൻ്റൊക്കെ കൊടുത്ത ഇമെയിൽ, ഇതൊക്കെ അപ്ഡേറ്റ് ചെയ്യാനും ചെക്ക് ചെയ്യാനൊക്കെ ഓപ്ഷൻ ഇവിടെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, നിങ്ങളുടെ ടീമിൽ വരുന്ന ഫ്രണ്ട് ലൈൻ റിപ്പോർട്ട് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ, ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് ലൈനിൽ ആരാണുള്ളതെന്ന് നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഈ വ്യക്തിയുടെ കൂടെയുള്ള ഫ്രണ്ട് ലൈനിലുള്ള 4 ആൾക്കാരാണിത്. അപ്പോൾ ഇവരുടെ കൂടെ ആരൊക്കെ ഉണ്ടെന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് വീണ്ടും സെലക്ട് ചെയ്യാം. ഇവരുടെ PV, ഇവരുടെ ബിസിനസ്, വോളിയം കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇത് ഇവരുടെ കൂടെ ആരും ഇല്ലാത്തതുകൊണ്ടാണ് അവരുടെ പേരിനെ വീണ്ടും കാണിക്കുന്നത്. ആളുണ്ടെങ്കിൽ അവിടെ വീണ്ടും അവരുടെ കൂടെയുള്ള ആളുകളെ കാണിക്കും. ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു ആപ്പ് വഴി നമുക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ തൽക്കാലം ഇവിടെ വെച്ച് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.